ഹായ്. അപ്പോഴേ നമുക്ക് പല്ലിയൊക്കെ പെട്ടെന്ന് തുരത്താൻ വേണ്ടിയിട്ടുള്ള നല്ല അടിപൊളിയൊരു ടിപ്പാണ് കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. അപ്പം ഈ ഒരു സൊല്യൂഷൻ മാത്രം മതി, ഒന്ന് തൊട്ടാൽ മാത്രം മതി, എത്ര നല്ലൊരു എഫക്റ്റീവാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇതേപോലെ ഒരു ടിൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തോട്ട് ആവശ്യമായിട്ടുള്ളത് പേസ്റ്റ്, അതേപോലെ തന്നെ ബേക്കിംഗ് പൗഡർ, പിന്നെ കർപ്പൂരം. അപ്പോൾ അറിയാലോ കർപ്പൂരത്തിൻ്റെ ആ ഒരു സ്മെല്ല്. അപ്പോൾ നമുക്കിതിൽ നിന്ന് 2 or 3 കർപ്പൂരം എടുക്കാം. അത് കൈവച്ച് തന്നെ നമുക്ക് ഞെവിടിയെടുക്കാം കേട്ടോ. നല്ല രീതിയിൽ പൊടിഞ്ഞ് കിട്ടും. ഇതിപ്പോൾ ഞാൻ ആ ടിന്നിനകത്തോട്ട് നമ്മുടെ കിച്ചണിലൊന്നും ഉപയോഗിക്കാത്ത ടിന്നെടുക്കുക, കാരണം അത്രയ്ക്കൊരു സ്മെല്ലാണല്ലോ. അപ്പോൾ നമുക്ക് ഇതേപോലെ ഒന്ന് പൊടിച്ചെടുക്കുക. അപ്പോൾ 2 കർപ്പൂരം ഞാൻ അതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കേണ്ടത് ബേക്കിംഗ് പൗഡറാണ്. ബേക്കിംഗ് പൗഡറും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് അതിനകത്തോട്ട് ചേർക്കൊണ്ട് കൊടുക്കുക ഈ പേസ്റ്റാണ്. അപ്പോൾ ഇത് 3 കൂടെ മിക്സാക്കി കൊടുക്കുക. ഇപ്പം തന്നെ ഭയങ്കര ഒരു സ്മെല്ലാണ് കേട്ടോ. അപ്പം എല്ലാം കുറേശ്ശേ മാത്രം മതി. എന്തായാലും നമ്മളിത് ഈ സാധനങ്ങളൊക്കെ നമ്മളെ വീട്ടിൽ കാണും. അപ്പോൾ നിസ്സാരമായ സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. വെറുതെ കടയിൽ നിന്ന് കെമിക്കലും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ട് അലർജിയൊക്കെ പ്രശ്നങ്ങളൊക്കെ വരും. അപ്പോൾ അതൊന്നും വേണ്ട. ഇത് നമുക്ക് കുട്ടികളുണ്ടായി പോലും നമുക്കൊട്ടും പ്രയാസമില്ലാതെ നമുക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. അപ്പം എല്ലാം കൂടെ ഒന്ന് മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത്രയേ ഉള്ളൂ കാര്യം, വേറെ ഇതിനകത്ത് വേറെ ഒന്നും ചേർക്കാനായിട്ടില്ല. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ പല്ലി കൂടുതലും നമുക്ക് ശല്യമായിട്ട് വരുന്ന കബോർഡിനകത്തൊക്കെ ആയിരിക്കുമല്ലോ, കിച്ചണിൻ്റെ, അതേപോലെ ഗ്യാസ് അടുപ്പിൻ്റെ മുകളിലും, അതുപോലെ ഗ്ലാസ്സൊക്കെ വയ്ക്കുന്നിടത്ത് ഒക്കെ നമുക്ക് ഭയങ്കര ശല്യമായിട്ട് വരുന്ന സ്ഥലത്തൊക്കെ ഇതൊന്ന് തൊട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് ഇതേപോലെ തന്നെ വെച്ച് കൊടുക്കാം നമുക്ക് ജനലിനകത്ത്. ഇതിപ്പോൾ ഒരുപാട് ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ചെറിയ കുപ്പിയുടെയൊക്കെ അടപ്പിനകത്തോട്ടാക്കിയിട്ട് ഇതേപോലെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ കുറേ ദിവസം സ്മെല്ല് നിൽക്കും കേട്ടോ. ഇതിപ്പോൾ ഞാൻ എല്ലായിടത്തും ഒന്ന് ഇതേപോലെ ഒന്ന് തൊട്ട് കൊടുക്കുന്നതേ ഉള്ളൂ. കുറച്ച് മാത്രം മതിയല്ലോ. അപ്പോൾ എല്ലായിടത്തും ഇതേപോലെ ഒന്ന് തേച്ച് കൊടുക്കുകയാണെങ്കിൽ ആ ഭാഗത്തൊന്നും രാത്രിയൊന്നും പല്ലിയൊന്നും എഴയത്തില്ല. അതുപോലെ ചിലന്തി ആണെങ്കിലും പാറ്റയൊക്കെ ആണെങ്കിൽ സ്മെല്ലടിച്ചിട്ട് വരത്തില്ല കേട്ടോ. അപ്പോൾ ഇതേപോലെ ഒക്കെ ഒന്ന് ചെയ്ത് കൊടുക്കുക. അതേപോലെ കബോർഡിനകത്ത് നമ്മൾ ഗ്ലാസ് പ്ലേറ്റൊക്കെ വെക്കുന്നിടത്ത് ഇതുപോലെ ആ പാത്രത്തിനകത്തോട്ട് ആക്കിയിട്ട് നമുക്ക് വെച്ച് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു അതിനകത്ത് ഇരുന്നോളൂ. ആ ഒരു സ്മെല്ലടിച്ചിട്ട് തന്നെ എവിടെയും വരത്തില്ല കേട്ടോ. അപ്പം ഇതുപോലെ ചെയ്യാത്തവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. വളരെ ഈസിയായ നിസ്സാരമായ സാധനങ്ങൾ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ടിപ്പാണ് കാണിച്ചത്. അപ്പം ഞാനിതുപോലെ അതുകൊണ്ട് പ്ലേറ്റ് വെച്ചിരിക്കുന്ന ഭാഗത്തെല്ലാം ഒന്ന് തൊട്ട് കൊടുക്കുകയാണ്. അതുപോലെ നമ്മുടെ മിക്സിയിലൊക്കെ നമ്മൾ അരപ്പൊക്കെ ആട്ടിയതിന് ശേഷം അതിൻ്റെ മേളിലൊക്കെ കിടന്ന് മേയാറുണ്ടല്ലോ, വൃത്തിയാക്കിയില്ലെങ്കിൽ. അപ്പോൾ ഇതേപോലെ ഗ്യാസ് അടുപ്പിൻ്റെ മുകളിലൊക്കെ ഇതുപോലെ നമ്മളൊന്ന് തേച്ച് കൊടുത്താൽ മാത്രം മതി. ആ വിരൽ വെച്ചിട്ടും ഒന്ന് തൊട്ട് കൊടുത്താൽ മാത്രം മതി കേട്ടോ. അപ്പോൾ അത്രയും നല്ലൊരു എഫക്റ്റാണ്. ഇനി അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ, നമ്മൾ ഇതേപോലെ ഹാൻഡ് വാഷ്, ഡിഷ് വാഷൊക്കെ കുപ്പിയിൽ ഒഴിച്ച് വെക്കുമ്പോഴത്തേനും, പ്രത്യേകിച്ച് ഹാൻഡ് വാഷ് കുട്ടികളൊക്കെ എടുത്ത് തീർക്കാറുണ്ടല്ലോ. അപ്പോൾ പ്രസ് ചെയ്യുമ്പോൾ തന്നെ ഒരുപാട് അതങ്ങ് ചാടി വരും കണ്ടോ. അപ്പോൾ അങ്ങനെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ മുകൾ ഭാഗത്ത് ഉണ്ടോ ഒരു റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ ഇതേപോലെ പ്രസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആവശ്യത്തിന് മാത്രമേ വരത്തുള്ളൂ. ഒരുപാട് അത് പ്രസ്സായിട്ട് പോവില്ല, ഉണ്ടോ, ചാടി പോവില്ല, വേസ്റ്റായി പോവില്ല. അപ്പോൾ ഇതുപോലെ നമുക്ക് റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഹാൻഡ് വാഷ് നമുക്ക് ഒരുപാട് നാൾ ഉപയോഗിക്കാനായിട്ട് പറ്റും. അടുത്തതായിട്ട് നമ്മൾ സവാളയൊക്കെ അരിയുമ്പോഴത്തേനും ഇതേപോലെ സവാള അരിയുമ്പോഴത്തേനും നമ്മൾ 2 ഭാഗത്തും കട്ടിംഗ് ബോർഡിൻ്റെ 2 ഭാഗത്തും റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് കട്ടിംഗ് ബോർഡ് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിപ്പോവില്ല. അപ്പോൾ കാണാൻ പറ്റുന്നുണ്ട്, റെഡ് കളറായതുകൊണ്ടാണ് കാണാൻ പറ്റാത്തത്. അങ്ങേറ്റവും ഇങ്ങേറ്റവും 2 റബ്ബർ ബാൻഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്തെല്ലാം സവാള എന്ത് കട്ട് ചെയ്താലും നമുക്ക് കട്ടിംഗ് ബോർഡ് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിപ്പോവില്ല. ഇപ്പോൾ ചില കട്ടിംഗ് ബോർഡ് അങ്ങനെ പോവാറുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് 2 ഭാഗത്തും ഞാൻ റബ്ബർ ബാൻഡ് ഇട്ട് കൊടുത്തത്. അടുത്തതായിട്ട് നമ്മളിതേപോലെ തേയില കണ്ടോ. അപ്പോൾ തേയില നമുക്ക് എടുക്കുമ്പോഴത്തേനും ചിലപ്പോൾ അധികമായിപ്പോവും. പ്രത്യേകിച്ച് നമ്മൾ കുട്ടികളൊക്കെ ചായ ഇടുമ്പോഴത്തേനും അവർക്ക് തേയില എത്ര എടുക്കണമെന്ന് അറിയില്ല. അപ്പോൾ ഇതേപോലെ ഒരു റബ്ബർ ബാൻഡ് അതിൻ്റെ ക്രോസായിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഒരളവിൽ കിട്ടും. ആ ഒരു സ്പൂണിട്ട്, ഏതൊരു സ്പൂണാണോ നമ്മൾ എത്രമാത്രം വെള്ളം വെച്ചിട്ട് നമ്മൾ ഏതൊരു സ്പൂണാണോ നമ്മൾ ഇട്ട് കൊടുക്കുന്നത്, അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് തേയില എടുക്കാനായിട്ട് പറ്റും. ഇപ്പോൾ കുട്ടികൾക്കാണെങ്കിലും നമുക്ക് ധൈര്യമായിട്ട് പറയാം ഒരു സ്പൂൺ തേയിലയെന്ന്. കാരണം ആ ഒരു അളവിൽ നമുക്ക് റബ്ബർ ബാൻഡ് ഉള്ളത് കൊണ്ട് തന്നെ ആ ഒരു അളവിൽ നമുക്ക് തേച്ചിങ്ങെടുക്കാം കണ്ടോ. ഇതുപോലെ എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ റബ്ബർ ബാൻഡ് പോവാതെ കറക്റ്റായിട്ട് ഇട്ട് കൊടുക്കുക. ആദ്യം ഇട്ടപ്പോൾ അത് തെന്നിപ്പോയണ്ടോ, അതേപോലെ പോവാതെ കറക്റ്റായിട്ട് ഇട്ട് കൊടുക്കുക. അതേപോലെ ഏത് സ്പൂൺ വെച്ച് വേണേലും നമുക്ക് ഇതേപോലെ അളന്നെടുക്കാം കണ്ടോ.
പ്ലാസ്റ്റിക് സ്പൂണാണേലും അതേപോലെ സ്റ്റീലിൻ്റെ സ്പൂണാണേലും നമുക്ക് ഒരേ അളവിൽ നമുക്ക് എടുക്കാനായിട്ട് പറ്റും. അപ്പം കൂടിപ്പോകത്തില്ല. ചായ കട്ടൻ ചായയൊക്കെ ഇടുകയാണെങ്കിൽ തേയിലയൊക്കെ കൂടിപ്പോകല്ലോ കുട്ടികളൊക്കെ ഇട്ടുകൊണ്ട് വരികയാണെങ്കിൽ. അപ്പോൾ ഇതേപോലെ ചെയ്താൽ മതി. അടുത്തതായിട്ട് നമ്മൾ മിക്സിയുടെ ജാറുണ്ടല്ലോ, അതിൻ്റെ ബാക്ക് ഭാഗത്തൊക്കെ വേണ്ട ഫംഗസൊക്കെ പിടിച്ചിട്ട് നമ്മൾ ജാറ് പെട്ടെന്ന് കംപ്ലൈൻ്റ് ആയി പോട്ടോ. അപ്പോൾ ഇതേപോലെ കുറച്ച് ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കുക. ഉണ്ടോ, കുറച്ച് ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ച് കൊടുക്കാം. പെട്ടെന്ന് തന്നെ അതിൻ്റെ അഴുക്ക് വേസ്റ്റ് എല്ലാം ഇങ്ങോട്ട് ഇളകി കിട്ടും കേട്ടോ. എന്നിട്ട് നമുക്ക് ബ്രഷ് വെച്ചിട്ട് ഒന്ന് തേച്ച് കൊടുക്കുക. കഴുകിയതിന് ശേഷം ഒന്ന് വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കുക ബാക്ക് ഭാഗം. അപ്പം നല്ല ക്ലീനായിട്ട് കിട്ടും. ഇത് നമ്മളെ കടക്കാരൻ പറഞ്ഞു തന്ന സൂത്രം കേട്ടോ. കാരണം മിക്സിയുടെ ജാർ ഇതുപോലെ കംപ്ലൈൻ്റ് ആയിട്ട് പോയപ്പോഴത്തേന് അവർ പറഞ്ഞു തന്ന കാര്യമാണ്. അപ്പോൾ ഇതേപോലെ ബേക്കിംഗ് പൗഡറും ഇട്ട് വിനാഗിരി ഒഴിച്ചതിന് ശേഷം പെട്ടെന്ന് തന്നെ അതിൻ്റെ വേസ്റ്റ് അഴുക്കൊക്കെ ഇങ്ങോട്ട് ഇളകി കിട്ടും. അപ്പോൾ അത് ബ്രഷ് വെച്ചൊന്ന് തേച്ച് കഴിയതിന് ശേഷം നമുക്ക് ചിരണ്ടി എല്ലാം കളഞ്ഞതിന് ശേഷം നമുക്ക് ബാക്ക് ഭാഗം കഴുകിയിട്ട് വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കുകയാണെങ്കിൽ ജാറുകൾ വർഷങ്ങളോളം നമുക്ക് ജാറുകൾ കംപ്ലൈൻ്റ് ഇല്ലാതെ നമുക്ക് ഒരുപാട് നാൾ ഉപയോഗിക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്യാത്തവരൊക്കെ ഒന്ന് ചെയ്തു നോക്കുക. അപ്പോൾ ഇന്ന് കാണിച്ച ഈ ടിപ്സ് നിങ്ങൾക്ക് യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതേപോലെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ മുമ്പിൽ നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ. അപ്പോൾ ഇനിയും ഇതുപോലുള്ള നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.